ഹായ് മിസ്റ്റവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ അത് നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന നല്ല കറുത്ത ഹൽവ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ആദ്യം നമുക്ക് നല്ലൊരു ചട്ടി സെറ്റാക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ചട്ടി എടുത്തു. അതിനുശേഷം നമ്മൾ ഹൽവയ്ക്ക് മൈദ മാവ് എടുക്കണം കേട്ടോ. അപ്പോൾ മൈദ മാവ് 2-3 വെള്ളം നല്ലതുപോലെ ഒന്ന് കലക്കി അരിച്ചരിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്താണ്. ബേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ അടുത്തത് ഇപ്പോൾ ഒഴിച്ചത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2-ാം പാലാണ് ഒഴിച്ചത് കേട്ടോ. ഇനി നമ്മളടുത്ത് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരത്തിന് ഞങ്ങൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മൾ കറുപ്പ് ഹൽവയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നല്ല കറുത്ത ശർക്കര എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കറുത്ത ശർക്കര ആണെങ്കിൽ നല്ല കളറോടെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനത് അടുപ്പത്ത് വെച്ചു. നമ്മൾ വിറവെടുപ്പിലാണ് കേട്ടോ. ഇത് കത്തിച്ച് നല്ലതുപോലെ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിയുന്ന സമയത്ത് നല്ലതുപോലെ അതൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തേങ്ങാപ്പാൽ നമുക്കിതിൽ ചേർക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ മാറ്റി വെച്ച 1-ാം പാൽ കേട്ടോ. അപ്പോൾ അതിനിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി അടുത്താണ് നമുക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് ഏലക്ക ഇവിടെ പൊടിച്ചത് കൂടെ കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. പിന്നെ മാക്സിമം കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ്, അതായത് ഞാൻ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും വളരെ കുറച്ച് മാത്രമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അതായത് ഇത് കട്ടിയായി ഇങ്ങനെ സൈഡൊക്കെ നല്ല പറ്റി വരുന്ന സമയത്താണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സൈഡൊക്കെ ഏകദേശം നല്ല കട്ടിയായി ചെറുതായിട്ട് ചട്ടിയിൽ ഇങ്ങനെ പറ്റി വരുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിതിൽ ഒഴിച്ച തേങ്ങാപ്പാൽ അതും ഇതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് അതിൽ നിന്നുള്ള എണ്ണ കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മതി. എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ലതുപോലെ നമ്മൾ ഈ കോഴിക്കോട് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒത്തിരി എണ്ണ ഒഴിക്കണം കേട്ടോ. എങ്കിൽ ഏകദേശം നമ്മൾ 1 കിലോ അടുപ്പിച്ചോളം വെളിച്ചെണ്ണ നമ്മളിതിൽ ഒഴിക്കേണ്ട വരും. അപ്പോൾ ഞാൻ അത്രയും എടുത്തിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഈ കട്ടിയാവുന്നതിനനുസരിച്ച് മാത്രം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല കുഞ്ഞുങ്ങളും അതുപോലെ വൈഫും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഓരോരുത്തരായിട്ട് മാറി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. അങ്ങനെ ഇളക്കിളക്കി ഏകദേശം നല്ലതുപോലെ വീണ്ടും കട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള ഓരോരോ പാർട്ടായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ കട്ടി വരുന്ന സമയത്ത് കുറച്ച് നെയ്യൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ നല്ലത് കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചേർക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാതെ വെളിച്ചെണ്ണ മാത്രമായാലും ചേർക്കാം. ഇനി അതല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ അങ്ങനെ നെയ്യ് കൂടുതലായിട്ട് നമുക്കിത് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. വേറെ മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഞങ്ങളത് എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ഇന്ന് ഭയങ്കര കളിയും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ആദ്യം ഓൺ വോയിസ് എടുത്തിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ക കോമഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് മാറ്റി ഞാനിത് ഡബ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ എന്ത് സാധനം തരും കേട്ടോ. ഹൽവ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനാലും അല്ലാതെ കുക്ക് ചെയ്തിരുന്നാലും ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഇത് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഏകദേശം ഫൈനൽ റൗണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് കാണുന്ന ഇനി നമുക്ക് മാറേണ്ടത് ഈ കാണുന്ന കുമളയുണ്ടല്ലോ, ഇങ്ങനെ ഈ ആവി വരുന്നത് അത് മാറി കിട്ടണം കേട്ടോ. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ഘട്ടം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനങ്ങനെ വീണ്ടും കുറേ സമയങ്ങൾക്ക് ശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെള്ളമെല്ലാം വറ്റി മാറി അതിനുശേഷം ആ മാവും അതുപോലെ തന്നെ ആ തേങ്ങാപ്പാലിലുള്ള പിന്നെ നമ്മൾ ഒഴിച്ച എണ്ണയും നെയ്യുടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബൗളെല്ലാം ഇങ്ങനെ ചെറുത് മാറിയിട്ടുണ്ട്. പിന്നെ ചുറ്റും സൈഡിലൊക്കെ നല്ലതുപോലെ എണ്ണയായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അത്യാവശ്യം വലിയ രീതിയില്ലാതെ കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫസ്റ്റ് അത് കാണിക്കാത്തത് മറ്റൊന്നുമല്ല, നമുക്ക് വീഡിയോ അധികം ലെങ്തി ആക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം വീടുകളിൽ ഇപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കോൺഫ്ലവർ നമ്മൾ കഴിഞ്ഞ ഒരു കോൺഫ്ലവർ വെച്ച് നമ്മൾ അടിപൊളി ഒരു റെഡ് ഹൽവ ഉണ്ടാക്കിയിരുന്നു. അത് വേറൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മൈദയിലാണ് കേട്ടോ. അപ്പോൾ മൈദ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ ആദ്യം അരിപ്പിൽ അരിച്ചെടുത്ത് അതിലുള്ള കുഞ്ഞു പ്രാണികളൊക്കെ ചിലപ്പം കാണും കേട്ടോ. കരിച്ചയോ അല്ലെങ്കിൽ കുഞ്ഞു പുഴുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടോ എങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് കലക്കി അതിൽ നിന്ന് തെളിയെടുക്കണം കേട്ടോ. തെളിച്ച് അതിനെ എടുത്ത് ഒരു 2-3 വെള്ളം അങ്ങനെ തെളിച്ചെടുത്തതിന് ശേഷം വേണം ചെയ്യാനേ. ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു 3 ദിവസം വരെ ഇതിങ്ങനെ തെളി മാറ്റി 3 ദിവസം കഴിഞ്ഞിട്ടും എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ മുൻപ് ഹൽവ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് ഹൽവയുടെ അതേ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ ഐറ്റംസ് എല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ചട്ടിയിൽ നിന്ന് വിട്ടു പോകാതെ ഒറ്റ സെറ്റായിട്ടിരിക്കണം കേട്ടോ. അതാണ് നമ്മളെ കറക്റ്റായിട്ടുള്ള ഒരു പരിവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ അധികം ആരും അങ്ങനെ ഹൽവ ഒത്തിരി കട്ടിക്ക് അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അവരത് ഈ ഒരു പരിവാണ്. അതായത് സ്പൂണിന് കോരി കഴിക്കാൻ കണക്കിനുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഏകദേശമുള്ള കൂട്ടുകാരൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ മധുരമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. എങ്കിലും നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടില്ല കേട്ടോ. നല്ല സെറ്റായിട്ട് ചട്ടിയിലൊന്നും പറ്റി പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കേട്ടോ. ഇതിപ്പോൾ ചട്ടിയിൽ അങ്ങനെ പിടിച്ചിട്ടില്ല. അതായത് നല്ലതുപോലെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടാണ് വരുന്നത് കേട്ടോ.
അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് മുകളിൽ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഈ ഹൽവയുടെ. ഞാൻ കറക്റ്റ് അളവ് നോക്കിയിട്ടില്ല, അല്ല ഞാനൊരു ഉദ്ദേശ കണക്കോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ എടുക്കുന്ന സമയത്ത് ഇത്തിരി കട്ടിയുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിലൊക്കെ വെച്ച് സിമ്പിളായിട്ട് വീട്ടിൽ എന്താ ഒന്ന് കൊതിയൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചെയ്തേക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേരത്തമ്പഴോ എന്ത് വേണമെങ്കിലും, ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം വളരെ ചിലവൊക്കെ കുറച്ചു നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ ലാസ്റ്റ് ആ ഒരു പരുവം കറക്റ്റ് ആയപ്പോഴത്തേക്കും ഒത്തിരി എന്താ പറയുക നെയ്യും എണ്ണ എല്ലാം സൈഡിലേക്ക് കൊണ്ട് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ചട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്തൊരു പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിൽ എന്താ വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ചിട്ടുള്ളത് കേട്ടോ. സൈഡിലൊക്കെ ഇതിൽ വെളിച്ചെണ്ണ അതിന് തേച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഹൽവയൊന്ന് അതിലേക്കൊന്ന് കോരി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ ഇത് കഴിക്കാനുള്ള ആ ഒരു ഇതുകൂടെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന സാധനം, ആ ഒരു ഹൽവ, അത് ഏകദേശം ഒരു അവരൊരു 1-2 ദിവസം റെസ്റ്റ് വയ്ക്കും കേട്ടോ. ഹൽവ അവർ കറക്റ്റ് ആ ഒരു ബോക്സിൽ ഇങ്ങനെ കോരി വയ്ക്കുന്ന സമയത്ത് ഇതവിടെ കോരി വയ്ക്കുമല്ലോ, അത് ഏകദേശം 2-3 ദിവസത്തോളം അതങ്ങനെ തന്നെ ഇരിക്കും, നല്ലതുപോലെ സെറ്റായി. അതിന് ശേഷമാണ് കേട്ടോ അവരിങ്ങനെ വിപണികളിൽ, അതായത് ഈ ബേക്കറികളിലൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മളിതിനെ പെട്ടെന്ന് തന്നെ വെച്ച് ഒന്ന് ചൂടൊന്ന് മാറിയ ഉടനെ തന്നെ കട്ട് ചെയ്തങ്ങ് കഴിക്കാൻ കേട്ടോ. അതാണ് നമ്മളെ വീട്ടിൽ എന്ത് നമ്മൾ കുക്ക് ചെയ്താലും അങ്ങനെ ഒത്തിരി ഒന്നും വെച്ചിരിക്കത്തില്ലല്ലോ. അതിപ്പോൾ നമ്മൾ എല്ലാവരുടെ വീടുകളിലും സെയിം മെത്തേഡാണല്ലോ. അതായത് ഇങ്ങനത്തെ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതുണ്ടാക്കി അത് കഴിക്കാനേ എല്ലാവരും നോക്കത്തുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും അതുപോലെ കേട്ടോ ഞങ്ങളും. അപ്പോൾ ഐറ്റമൊക്കെ സെറ്റ് ചെയ്തു നല്ലതുപോലെ ഒരു പ്ലാറ്റിനകത്ത് ഇച്ചിരി അത്യാവശ്യം നല്ല സൈസുണ്ട് കേട്ടോ. ഇച്ചിരി എന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിനകത്ത് നല്ല ഫില്ല് എടുക്കുന്ന സമയത്ത് ഇത് മനസ്സിലാക്കും. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കട്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നല്ലപോലെ സെറ്റാക്കി വച്ചിരിക്കാം. പിന്നെ മാക്സിമം നല്ലതുപോലെ തണുക്കാൻ ശ്രമിക്കുക. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു നമ്മൾ സാധാ രീതിയിൽ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രയും ആ ഒരു കട്ടി കാണത്തില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സൈഡൊക്കെ പതുക്കെ തട്ടി നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. അവസാനം ഞാനത് ഇതുപോലെ കുഞ്ഞു പാത്രം എടുത്തൊന്ന് പെട്ടെന്നൊന്ന് സൈഡൊക്കെ ഒന്ന് തട്ടി ഒരു ചെറിയൊരു പരിപാടിയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ അങ്ങ് വെച്ചോ. പിന്നെ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ റൂമിൽ കൊണ്ട് ഒതുക്കി നല്ലതുപോലെ അടച്ച് സൂക്ഷിച്ചൊക്കെ ഞാനത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നേരെ അടുത്ത പരിപാടി അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മച്ചാൻ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല എന്തുമാത്രം നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കളർ നോക്കി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ പുറമെ ഒരു പാത്രം വെച്ചിട്ട് അതിലൊന്ന് കമഴ്ത്തി എടുത്തല്ലോ. ഇത് തട്ടുന്ന സമയത്ത് ഞാൻ ഐറ്റം സെറ്റായിട്ടുണ്ട്, നല്ലതുപോലെ വീണിട്ടുണ്ട്. അപ്പോൾ ഹായ് മെച്ചവരെ, അപ്പോഴത്തേ നമ്മുടെ കറുത്ത നല്ല അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല അടിപൊളി ഹൽവ. അപ്പോൾ ഞാൻ കഴിച്ചു. അച്ചമ്മര, ഞാൻ പ്രത്യേകിച്ച് ഹൽവയുടെ കേസൊന്നും ഞാൻ ആരുടെ പറയുന്നില്ല, നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വീട്ടിൽ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റും നല്ല അടിപൊളിയാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട്, വെളിച്ചെണ്ണ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.